അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാട്ടാ ന്യൂയോർക്ക് സെൻട്രൽ പാർക്ക് ഉള്ളത്. നമ്മൾ അങ്ങടാണ് പോണത്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് പാർക്കിങ്ങും ഒക്കെ കിട്ടിയേക്കണത്. രാത്രി വരെ ഉണ്ട് ഇവിടെ പാർക്കിങ്. അപ്പം നമുക്ക് ഇവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങാം. ഈ സെൻട്രൽ പാർക്ക് എന്ന് പറയുന്നത് ന്യൂയോർക്ക് സിറ്റിയുടെ നടുവിലായിട്ട് ഹരിതാപവും പച്ചപ്പൊക്കെ കൂടി മനുഷ്യനിർമ്മിതമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാർക്കാണ് കേട്ടോ. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമല്ലേ. ഇതാണ് കേട്ടോ ഈ ഒരു സംഗതി. ഫുള്ള് കണ്ടില്ലേ, ഫുള്ള് സിറ്റിയുടെ നടുവിലായിട്ടാണ് ഈ ഒരു പാർക്ക് വരുന്നത്. ഒരു 843 ഏക്കറിലാണ് കേട്ടോ ഈ ഒരു പാർക്ക്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട്. അതായത് പാർക്കുകൾ, സൂകൾ, മ്യൂസിയം, അങ്ങനെ ഇഷ്ടമാതിരി ഉണ്ട്. അപ്പോൾ നമുക്കിത് മൊത്തം നടന്ന് കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ കുതിരവണ്ടി ഉണ്ട്, അതുപോലെ തന്നെ റിക്ഷയുണ്ട്. അതിലൊക്കെ കയറിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫുള്ളൊന്ന് റൈഡൊക്കെ നടത്താം. അത് പല പല റേറ്റിലാണ് കേട്ടോ. 3/4 മണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ, അങ്ങനത്തെ രീതിയിലൊക്കെയാണ് ആ റൈഡ് വരുന്നത്. എല്ലാം നല്ല വില തന്നെയാണ്. ഫുള്ളും ഈ ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചിട്ടായിരിക്കുമല്ലോ അതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണത്. പക്ഷേ എങ്കിൽ ഞങ്ങൾ ആദ്യം കുറച്ചൊക്കെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച്, എന്നിട്ട് ടയേർഡാകുമ്പോൾ വേണമെങ്കിൽ റിക്ഷയിൽ കയറാമല്ലോ. അങ്ങനെയാണ് കേട്ടോ നമ്മളിപ്പോൾ നടക്കണത്. അപ്പോൾ ഈ ഒരു പാർക്കിന് ഒരുപാട് എൻട്രൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കയറിയ എൻട്രൻസിൻ്റെ ഭാഗത്തായിട്ട് ഇതേ സൂ ഒക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ വേറെ ടിക്കറ്റൊക്കെ എടുക്കണം. പക്ഷേ എങ്കിൽ നമ്മളിപ്പോൾ അതൊന്നും എടുക്കണില്ല. കാരണം വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇന്നത്തെ ഫുൾ ഡേ തീരും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ അതിൽ കയറാതെ ഇങ്ങനെ നടക്കണേണ്. എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയാലോ. നമ്മൾ നടക്കണ വഴിയിലൊക്കെ ഇതുമാതിരത്തെ ഇങ്ങനെ ഓരോ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ മ്യൂസിക് ചെയ്യണതൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകളിട്ടാ, കൂടുതലും ഇങ്ങനെ തൊപ്പികൾ, വള, മാല, അങ്ങനത്തെ ഐറ്റംസുകൾ, പിന്നെ അതേ ഇതുമാതിരത്തെ ഫുഡ് ഐറ്റംസുകൾ, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ നമുക്ക് പോകുന്ന വഴികളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊരു തിരക്കാണെന്ന് അറിഞ്ഞാൽ ഫുള്ള് ആളുകളാണ്. എനിക്ക് തോന്നണ ഈ ഒരു പാർക്കിൽ മൊത്തത്തിൽ എവിടെ നോക്കിയാലും ആളുകളാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു കുഞ്ഞു പാർക്കിലേക്കാണ് വന്നേക്കണത്. ഇവിടെ ഫുള്ള് കുട്ടികളുടെ കളി ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ ഉള്ളത്. ഇതേ കണ്ടില്ലേ, നല്ല രസമുണ്ടായിരുന്നു. ഫുള്ള് കുട്ടികളായിരുന്നു എവിടെ നോക്കിയിട്ടുണ്ടായാലും. അപ്പോൾ പാത്തൂനും ഇതൊക്കെ കണ്ടപ്പോൾ ഇവിടെയൊക്കെ കയറണമെന്നും പറഞ്ഞ് നമ്മളങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇപ്പോൾ ഇവിടെ ഇരിക്കണേണ്. നമ്മളിപ്പോൾ ഒരുപാട് ഇങ്ങോട്ട് നടന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനെല്ലാം വീഡിയോയിലൊന്നും കാണിക്കാത്തതാണ്. ഒരുപാട് സ്പോട്ടുകൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ പാർക്കിൽ കുറേ നേരം നടന്ന് ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ കുതിരവണ്ടി ഉണ്ട്, സൈക്കിൾ റിക്ഷയുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ ഫുള്ള് റൈഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുക. നടന്ന് എല്ലായിടത്തും കൂടി എത്താന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമില്ല. അപ്പോൾ നിസാറിപ്പോൾ പോയേക്കാണ്. കുതിരവണ്ടി വേണോ അതോ സൈക്കിൾ റിക്ഷ വേണോന്ന്. അപ്പം അതിലേതെങ്കിലും ഒന്നിൽ നമുക്ക് കയറിയിട്ട് ഈ പാർക്ക് മൊത്തത്തിലൊന്ന് റൗണ്ട് അടിക്കാം അല്ലേ. എന്തോരം നടക്കാനുള്ള, കുറേ ഉണ്ട് നടക്കാൻ. ഇന്നൊന്നും നടന്ന് തീരൂല. എത്ര ഏക്കർ ഉണ്ട് റാസേ? 843 ഏക്കർ ഉണ്ട്. അതിലൊരുപാടുണ്ട് ഇവിടെ കാണാനായിട്ട് ഓരോരോ സ്പോട്ടുകൾ. അപ്പോൾ ഓരോ സ്പോട്ടിലും കയറി ഇറങ്ങാനൊന്നും ഇപ്പോൾ സമയം കഴിഞ്ഞു പോയി. ഒന്നിലും കയറലൊന്നും നടക്കൂല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാവുമ്പോൾ കയറി ഇങ്ങനെ കണ്ടങ്ങനെ നടന്നങ്ങനെ പോവാല്ല, കാഴ്ചയൊക്കെ കാണാമല്ലോ മൊത്തത്തിൽ. അതാനിപ്പോൾ നടക്കുള്ളൂ. ഇപ്പോൾ സമയം എത്രയായി? 6 മണിയാവണം. എന്ത് തിരക്കാണ്. പക്ഷേ ഈ നേരമാണെങ്കിൽ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ 2 സൈഡ് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ആളുകൾ ഫുള്ള് ഫില്ലായേക്കുക. നമ്മൾ സൈക്കിൾ റിക്ഷയിലാണേ പോണത്. കുതിരവണ്ടിയിലാവുമ്പോൾ ഒരുപാട് സീറ്റൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ചെറുത് മതിയല്ലോ. അപ്പം നമ്മളങ്ങനെ ഇതിൽ പോകാമെന്ന് വിചാരിച്ച്. അപ്പം നമ്മുടെ ഗൈഡായിട്ട് വരുന്നത് ഈ ഒരു പയ്യനാണ്. ഹോം അലോൺ 2 എടുത്തിട്ടുണ്ട്. ആ സിനിമയിലുണ്ട്. And this is the Trump Tower. Whenever Trump come in New York, he lives here. Did you see the movie Spider-Man? Yeah. Remember the green Gablo guy, green one? That is the house in the movie. അതിന്റെ മോണാണ് ഗ്രീൻ ഗോപ്പ്.
കണ്ടില്ലേ, ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സ്പോട്ടാണ് ഈ ഒരു പാർക്ക് എന്ന് പറയണത്. ശരിക്കും പറഞ്ഞാൽ അതിശയം തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു പാർക്കിൽ വന്നപ്പോൾ നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള സ്പൈഡർമാൻ, ഹോം അലോൺ, പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഷാരൂഖ് ഖാൻ്റെ സിനിമകളൊക്കെ. This is the ice skating. For movie Home Alone, love story, serendipity. If you watch your movie, Anjana Anjani, that's a shoot over here. And ഓരോ സിനിമകളും ഷൂട്ട് ചെയ്ത ആ സ്പോട്ട് അയാൾ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തന്നെ. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ അയാൾ നമ്മളോട് ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഈ റൈഡ് വെർത്തായിട്ടുള്ള റൈഡ് തന്നെയായിരുന്നു. അയാളുടെ കയ്യിൽ ഫുള്ള് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. വളരെ വ്യക്തമായിട്ട് ആൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ വന്നേക്കണത് നമ്മുടെ ഷാരൂഖ് ഖാൻ അഭിനയിച്ചിട്ടുള്ളൊരു മൂവിയുടെ ഒരു സ്പോട്ടിലേക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ട് സ്ഥലം? എനിക്കും വലിയ ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. ആൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഇപ്പം മനസ്സിലായോ നിങ്ങൾക്ക്? ഈ ഒരു പാട്ട് സീനിൽ ഇവിടെ കുറേ ഭാഗങ്ങളുണ്ട് കേട്ടോ. ഇവിടെ മാത്രമല്ല, വേറെയും കുറച്ച് ഭാഗങ്ങളും പിന്നെ ന്യൂയോർക്കിൽ പല പല ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് ആ പാട്ട് ഷൂട്ട് ചെയ്തേക്കണത്. ഇങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ നമുക്കിത് മനസ്സിലായത്. എന്തായാലും വളരെയധികം സന്തോഷം തോന്നി ആ ഒരു സ്ഥലത്ത് വരാനും വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റിയാൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊരു തിരക്കാണെന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ ഇത് കണ്ടില്ലേ? ഇവിടെ ഫുള്ള് ഇതേ ഒരാൾ കണ്ടു ഇങ്ങനെ പാമ്പിനെ കഴുത്തേലിട്ട് നിൽക്കണത്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ, ഫോട്ടോ എടുക്കാം. അപ്പോൾ ഇതേ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ എന്ത് തിരക്കാ. ഷാരൂഖ് ഖാൻ ഇരുന്ന ആ ഒരു സീനൊക്കെ ആ ഒരു പാട്ടിലുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു സീനൊക്കെ. നല്ല രസമുണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ. കാണാനും നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഒരു കുഞ്ഞു ലേക്കാണ് ഇവിടെ ഉള്ളത്. നമുക്ക് വേണമെങ്കിൽ ബോട്ടിംഗ് ഒക്കെ നടത്താം. അവിടെ എന്ത് തിരക്കാണെന്ന് പറഞ്ഞാൽ അത് കണ്ടില്ലേ? ഫുള്ള് ബോട്ടിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം. നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ന്യൂയോർക്ക് സിറ്റി ആണോ എന്ന് തന്നെ നമുക്ക് സംശയം തോന്നുന്ന രീതിയിലുള്ള സ്ഥലമായിരുന്നു. അവിടെ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിതേ മാംഗോ ഒക്കെ വാങ്ങിയിട്ടാ. നല്ല പഴുത്ത മാങ്ങയായിരുന്നേ. നല്ല രസം ഉണ്ടായിരുന്നു. ഫുള്ള് കച്ചവടക്കാരാണ് കേട്ടോ അതിൻ്റെ. അപ്പോൾ നമ്മളവിടെ ഇരുന്ന് അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കഴിച്ചു. നമ്മൾ വീണ്ടും നമ്മളിനി അടുത്ത സ്പോട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെയും ആളിങ്ങനെ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെയും ഒരു സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. സ്പൈഡർമാൻ 2 അതുപോലെ തന്നെ ഹോം അലോണൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു പാലത്തിൻ്റെ മേളിലായിട്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ്ട്. ഇവിടെ നോക്കിക്കണ്ടേ, ഇവിടെ ഫുള്ള് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കാനും ഇങ്ങനെ ടെൻറ്റ് പോലെയൊക്കെ സെറ്റ് ചെയ്തേക്കാണ്. അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ കണ്ടില്ലേ, ഫുള്ള് ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് മ്യൂസിക്കൊക്കെ ചെയ്ത് ഭയങ്കര അടിപൊളി വൈബാണ് കേട്ടോ. ഇവിടെയും നമുക്ക് ആ ലേക്കിൻ്റെ ഒരു ഭാഗം നമുക്ക് ചെറുതായിട്ട് കാണാൻ സാധിക്കും. എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഈ പാലത്തിൻ്റെ മേളിൽ നിന്നിട്ടാണ്ടോ ആ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ആ ഒരു ഭാഗമുള്ളത്. എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. ഇയാൾ പറയുമ്പോഴാട്ടോ നമുക്ക് ഓരോന്ന് ഓർമ്മ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പാർക്കിൻ്റെ ഒരുപാട് പല പല ഭാഗങ്ങളിലായിട്ട് പല മഹാന്മാരുടെയും പ്രതിമകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടമാതിരി കാഴ്ചകൾ കേട്ടോ. ഓരോന്ന് എടുത്തെടുത്ത് പറയാനാണെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തായി പോവും. ഇത് കണ്ടില്ലേ, ഓരോ ബിൽഡിങ്ങും ഓരോന്നിനും ഓരോ കഥകൾ പറയാനുണ്ടായിരുന്നു. ഫുള്ള് സിനിമയുടെ ഇതായിരുന്നു. ഫുള്ളും സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ് മൊത്തത്തിലുണ്ടായിരുന്നത്. ഈ കാണുന്ന ഒരു ഗ്രൗണ്ട് കണ്ടില്ലേ, ഇവിടെയും സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ആളുകൾ ഫുള്ള് ഇങ്ങനെ ഇരിക്കണേണ്ട. നല്ല തിരക്കാണ് ആ ഭാഗത്തൊക്കെ. കുട്ടികളും മുതിർന്നവരും ഒക്കെ ആയിട്ട് എവിടെ നോക്കിയാലും തിരക്കാണ്. ഈ പാർക്കിൻ്റെ ഏത് മുക്കും മൂലയിൽ നോക്കിയാലും തിരക്കുകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു.
ഈ ടൂറിസ്റ്റുകളായിട്ട് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർ വരും, അതുപോലെ തന്നെ നടക്കാനായിട്ട് വരുന്നവർ വരും, പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ക്യാമ്പയിൻ പോലെ ഇങ്ങനെ വന്നിട്ടേ ഇങ്ങനെ ഗ്രൂപ്പായിട്ടൊക്കെ വന്ന് ക്യാമ്പയിൻ ചെയ്യണ പോലെ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പല രീതിയിലാണ് കേട്ടോ ഈ ഒരു പാർക്കിലായിട്ട് ആളുകൾ വരുന്നത്. അപ്പോൾ അതെ നമ്മുടെ സൈക്കിൾ റിക്ഷ സവാരി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. 1 മണിക്കൂറായിരുന്നു യാത്ര. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. സമയം എത്രയായി? 7 മണിയായി. ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് പോകാം. ഞങ്ങളിത് എവിടെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ റെസ്റ്റോറൻ്റൊക്കെ നോക്കണം. ഇവിടെ ഒരുപാട് കേരള റെസ്റ്റോറൻറ്റൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും നല്ല ഒരെണ്ണത്ത് പോകണം. പക്ഷെ സിറ്റിയുടെ ഉള്ളിൽ തന്നെ പോക്കൊന്നും നടക്കൂല കേട്ടോ. കാരണം ഇനിയിപ്പോൾ അവിടുന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ സിറ്റി വിട്ടിട്ട് ദൂരെ എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കാനേ പറ്റുമോ? അങ്ങനെ അയ്യോ, എന്തായാലും ആ മറ്റേ റിക്ഷയിൽ പോയ കാരണം അധികം അങ്ങനെ ഒരു ഇതില്ല, ബുദ്ധിമുട്ടില്ല. നടന്നിറന്നെങ്കിൽ ആകെ ഇതായനല്ലേ. അടിപൊളിയായിരുന്നു യാത്ര. ഒരുപാട് കാഴ്ചകളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട്. പിന്നെ ആ റിക്ഷ ഓടിച്ച ചേട്ടൻ നന്നായിട്ട് പറഞ്ഞു തന്നായിരുന്നു കാര്യങ്ങളൊക്കെ. കുറേ ഫോട്ടോസൊക്കെ ഞങ്ങളുടെ എടുത്തു തന്ന് ഓരോ സ്പോട്ടിൽ വെച്ചിട്ട്. ആ ചേട്ടൻ്റെ നാട് ഏതാണ്? പാകിസ്ഥാനി ചേട്ടനായിരുന്നു. എന്തൊരു തിരക്കാണ്. നിറച്ച് ഫുഡിൻ്റെ കുഞ്ഞു കുഞ്ഞു തട്ടുകടകളാണ് ഇവിടെ ചുറ്റിനും. പക്ഷെ നല്ല റേറ്റാണ് എല്ലാത്തിലും. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട്. ഡ്രസ്സുകളുടെ, തൊപ്പികളാണ് കൂടുതലും. പിന്നെ ബാഗുകൾ, അങ്ങനെയൊക്കെ. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. നമ്മളിപ്പോൾ ഈ ന്യൂയോർക്കിൽ തന്നെ ഉള്ളൊരു റെസ്റ്റോറൻറ്റിൽ പോകാമെന്നാണ് കേട്ടോ തീരുമാനിച്ചേക്കണത്. വണ്ടി ഇനിയിപ്പോൾ എടുക്കണമെന്നില്ല. കാരണം വെച്ചാൽ വണ്ടി നമ്മളവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന റെസ്റ്റോറൻറ്റിൽ ചിലപ്പോൾ വണ്ടി ഇടാനുള്ള സൗകര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഇനി സ്ഥലം തേടി നടക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നടന്നു പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളങ്ങനെ ന്യൂയോർക്ക് സിറ്റിയുടെ ഉള്ളിലൂടെ നമ്മളങ്ങനെ നടക്കുകയാണ്. അടിപൊളി സ്ഥലമാണ്. എന്ത് രസമാണെന്ന് പറഞ്ഞ ഒരു സിറ്റി കാണാനായിട്ട്. ഭയങ്കര നീറ്റാണ്. നമ്മൾ ഇതിനു മുമ്പ് ന്യൂയോർക്കിൽ വന്നപ്പോൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ വേസ്റ്റൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ വന്നപ്പോൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഫുള്ള് നീറ്റായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മാത്രമല്ല, നമ്മളിപ്പോൾ നടക്കണ ഭാഗം അത്ര വലിയ തിരക്കും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഈ നടക്കണ സ്ട്രീറ്റും വിട്ട് അപ്പുറത്തൊക്കെയാണ് കേട്ടോ ഈ ടൈം സ്ക്വയറും അതും ഇതൊക്കെ വരുന്നത്. അവിടെയായിരിക്കും ഈ ഒരു ടൈമിലൊക്കെ ഫുള്ള് തിരക്കുകൾ. അപ്പോൾ ഇവിടെയൊക്കെ വണ്ടികൾ ഇട്ടിട്ട് ആളുകൾ അങ്ങോട്ട് നടന്ന് ഇങ്ങനെ പോകും. അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മൾ നടന്നു പോയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി. എന്തോരം ബിൽഡിംഗ് ആണെന്ന് പറഞ്ഞാൽ, എന്ത് ഉയരത്തിലാണെന്ന് പറഞ്ഞാൽ ഈ ഒരു ബിൽഡിങ്ങുകളൊക്കെ വരുന്നത്. നല്ല കാഴ്ചയാണ് കേട്ടോ. ഞാൻ എല്ലാം ഒന്നും വീഡിയോയിൽ പകർത്തിയിട്ടില്ല. വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ട് കുറച്ച് ഭാഗങ്ങൾ നല്ലത് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പകർത്തണത്. നമ്മളങ്ങനെ റോഡൊക്കെ ക്രോസ് ചെയ്യണേണ്. ഇവിടെ പിന്നെ സിഗ്നലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ റോഡൊക്കെ ക്രോസ് ചെയ്യാനായിട്ട് നല്ല സുഖം കേട്ടോ. പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിൽക്കും, വീഡിയോ എടുക്കും. അങ്ങനെയാണ് കേട്ടോ നമ്മളിപ്പോൾ അവിടെ എത്തിയത്. അങ്ങനെ നമ്മളിതേ കുറേ നേരം നടന്നതിന് ശേഷം ആ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. സാത്താർ എന്നാണ് കേട്ടോ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ നാട്ടിലുണ്ടല്ലോ സാത്താർ, അതായിരിക്കുന്നു. പക്ഷേ ഇതൊന്നുമല്ല, ഇത് വേറൊരു സാത്താറാണ്. അപ്പോൾ ഇതൊരു വലിയ റെസ്റ്റോറൻ്റാണ്. ഇതിൻ്റെ അകത്തും ഇരിക്കാൻ പുറത്തും ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷേ അകത്തൊക്കെ ഫുള്ള് ആയിട്ടാ, നമുക്ക് അകത്തിരിക്കാൻ സീറ്റൊന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് പുറത്ത് തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ച്. പുറത്ത് കുറേയൊക്കെ ഇങ്ങനെ കാലിയായിട്ടൊക്കെ കിടപ്പുണ്ട്. കാരണം വെച്ചാൽ ഫുള്ള് ചൂടായതുകൊണ്ടേ അകത്തൊക്കെ ആണ് ഫുള്ള് ആളുകൾ ഇരിക്കണത്. അപ്പോൾ നമ്മളവിടെ നിന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. ഒരു ബിൽഡിങ്ങിൽ കണ്ടില്ലേ ഇങ്ങനെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് റൊട്ടിയും കുറച്ച് സോസൊക്കെ അവർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ. പിന്നെ എന്തൊക്കെയോ ഒരു വെജിറ്റബിളൊക്കെ ഇങ്ങനെ ഉപ്പിലിട്ടതൊക്കെയാണ് കേട്ടോ അവർ കൊണ്ടുവന്നത്. പിന്നെ നമ്മൾ ഫുഡായിട്ട് ആകെ ഒരു ഡിഷ് മാത്രം ഉണ്ടോ നമ്മൾ ഓർഡർ ചെയ്തോളൂ. ഈ ഒരു എന്താ പറയുക മീറ്റിൻ്റെ ഇങ്ങനെ പ്ലേറ്ററാണ്. അതിൽ ചിക്കൻ, മട്ടൻ, ബീഫ്, പ്രോൺസ് അതെല്ലാം ഇങ്ങനെ ഗ്രില്ല് ചെയ്തതായിരുന്നു. വലിയ പ്ലേറ്ററാണ്. അതിൻ്റെ കൂടെ റൈസൊക്കെ ഉണ്ടായിരുന്നു. നല്ല റേറ്റും ആണ് കേട്ടോ. ഈ ഒരു പ്ലേറ്റിന് തന്നെ നല്ലൊരു റേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിത് മതിയല്ല, ഈ ഒരു ഇത് തന്നെ ഒരുപാട് ഉണ്ടായിരുന്നു ക്വാണ്ടിറ്റി. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു.
ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ നമ്മൾ ഊബറിനാണ് പോണത്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കണത് ഒരുപാട് ദൂരെയാണ്. നമ്മൾ നടന്ന് ഇപ്പോൾ എവിടേക്കോ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഊബറിനാണ് പോക്ക് നടക്കുള്ളൂ. നടന്നു കഴിഞ്ഞാൽ ഈ അടുത്താലത്തൊന്നും എത്തൂല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങനെ സ്പോട്ടിലെത്തി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ ബിൽഡിംഗ് ഒക്കെ കണ്ടില്ലേ, ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ലൊരു രസമുണ്ടല്ലേ. നമ്മൾ ആ ഒരു വന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഭംഗിയല്ലേ ഇപ്പോൾ കാണുമ്പോൾ. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ കാറ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം അവരാണ് കേട്ടോ കാറ് കൊണ്ടുപോയി പാർക്ക് ചെയ്യണതുമൊക്കെ. നമ്മൾ ആ പാർക്ക് ചെയ്ത ആ ഒരു സ്ഥലത്ത് ആളുകളെ കുറിച്ചാണ് ഞാൻ പറയണത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ തന്നെ എന്ത് രസമാണെന്ന് അറിഞ്ഞാൽ. പിന്നെ മാത്രമല്ല വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പ്രതീക്ഷ പോലെയൊന്നും അല്ല, വലിയ തിരക്കുണ്ടായിരുന്നില്ല. റോഡൊക്കെ ഭയങ്കര കാലിയായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായി. പിന്നെ മാത്രമല്ല ഇത് ഫുള്ള് വൺ വേ ആണ്. അപ്പോൾ നമുക്ക് വണ്ടിയായിട്ട് ഇങ്ങനെ പോകാനൊക്കെ ഭയങ്കര സുഖമാണ്. അങ്ങോട്ട് മാത്രമാണല്ലോ വണ്ടി പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പതുക്കെ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ അങ്ങോട്ട് പോകാം. ഈ ന്യൂയോർക്കിലെ ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു ദിവസം കൊണ്ട് നമുക്ക് ആകെ ഒരു സെൻട്രൽ പാർക്ക് മാത്രമാണ് കാണാൻ പറ്റിയത്. നമ്മൾ ഏതെങ്കിലും വേറൊരു സ്പോട്ടിലും കൂടി വന്നോ എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ എങ്കിൽ കാണാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. ആ ഒരു പാർക്കിൽ തന്നെ ഉണ്ടായിരുന്നു ഇഷ്ടംമാതിരി കാണാനായിട്ട്. ഇതിനു മുമ്പ് വന്ന സമയത്ത് നമ്മൾ ട്രെയിനിന് വന്നപ്പോൾ നമ്മൾ വേൾഡ് ട്രേഡ് സെൻറ്ററും പിന്നെ അതുപോലെ ടൈം സ്ക്വയർ അങ്ങനെ 2 സ്പോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴൊന്നും കാഴ്ചകളൊന്നും തീരണമൊന്നുമില്ല കേട്ടോ. ഇഷ്ടംമാതിരി കാഴ്ചകൾ ഇനിയുണ്ട് ഈ ന്യൂയോർക്കിൽ കാണാനായിട്ട്. നമുക്ക് ഇനിയും വരാം എന്തെങ്കിലുമൊക്കെ. ഇപ്പം നമ്മൾ ന്യൂജേഴ്സി സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് കണ്ടില്ല, അതിൻ്റെ ആ ഒരു അടുത്ത സ്റ്റേറ്റ് കടന്ന ഭാഗമാണ് ആ നേരത്തെ കണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അമേരിക്കയിലെ പുതിയ വിശേഷവുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.